നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നിനക്ക് വാക്ക് തരിക, അധികം വൈകാതെ ഒരു ദിവസം ശ്യാമ മാഡത്തിന് മുമ്പില് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. ഗുഡ് മോർണിംഗ്. ആരാ? ഹെൽത്ത് സെന്ററിൽ നിന്നാ ആരോഗ്യ സെൻസസ് എടുക്കാൻ. അത് ഒരു മാസം മുമ്പ് എടുത്തു പോയതാണല്ലോ. അതെ, അതിനുശേഷവും പല വീടുകളിലും പുതിയ മെമ്പർമാര് വന്നിട്ടുണ്ടല്ലോ. വിവാഹം കഴിച്ചു കൊണ്ടുവന്നവരും വിദേശത്തു നിന്ന് വന്നവരും ഒക്കെ. അവരുടെ ഡീറ്റെയിൽസ് എടുക്കാനാണ് ഈ സർവേ. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇപ്പൊ പുതിയൊരു മെമ്പർ ഉണ്ട്. ഇവിടത്തെ വരന്റെ ഭാര്യ. ഈ അടുത്ത വിവാഹം കഴിഞ്ഞ്. ഓ, ആ കുട്ടിയുടെ പേരെന്താ? പ്രിയങ്ക. ഇവിടെ അടുത്തുള്ളതാണോ അതോ മറ്റു വല്ല ജില്ലയിൽ നിന്നും? ഇല്ല, അവരിവിടെ ശ്രീകൃഷ്ണപുരത്തുള്ളതാ. ശ്രീകൃഷ്ണപുരം, അതെനിക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ. ഓ, അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമില്ലേ? ആ. അവിടെ ഒരു വലിയ പൂജാരി ഉണ്ട്. ദേവനാരായണ തിരുമേനി. അദ്ദേഹത്തിന്റെ മകളെയാ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. ആ കുട്ടി ഒന്ന് വിളിക്കാവോ? വിളിക്കാലോ. ഇതാണ് പ്രിയങ്ക. ഇവരിവിടെ ആരോഗ്യ സെൻസസ് എടുക്കാൻ വന്നതാ. വീട്ടിലെ പുതിയ മെമ്പർമാരെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്ന്. കുട്ടി ദേവനാരായണ തിരുമേനിയുടെ മകളാ? അതെ. തിരുമേനിക്ക് കുട്ടിയല്ലാതെ വേറെ മക്കളുണ്ടോ? ഇല്ല. കുട്ടി എനിക്ക് കണ്ടു പരിചയമുണ്ട്, പക്ഷെ ഇപ്പൊ എന്തോ ഒരു ചേഞ്ച് വന്ന പോലെ. നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? ഇതൊക്കെയാണോ സെൻസസിന്റെ ചോദ്യങ്ങള്? സോറി, എങ്കിൽ ഞാൻ പോട്ടെ. നിക്ക്, നിങ്ങൾക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? ഒന്നുമില്ല, ഞാൻ എന്തിനാ പരിഭ്രമിക്കുന്നേ? നിങ്ങൾ ശരിക്കും സെൻസസ് എടുക്കാൻ വന്ന തന്നെയാണോ? അതേ കുട്ടി, ഇവിടെ ഒരാള് പുതിയ മെമ്പർ വന്നു എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് കാണാന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ബിജു, അവരുടെ സംസാരത്തിൽ എന്തെങ്കിലും പന്തികേട് തോന്നിയോ? ആദ്യം സംസാരിച്ചപ്പോ അങ്ങനെ തോന്നിയില്ല. പക്ഷേ പ്രിയങ്ക പുറത്തു വന്നത് മുതൽ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നി. വിശ്വസിക്കാൻ കൊള്ളില്ല. കള്ളക്കൂട്ടങ്ങളാ. ഇനി ആരെങ്കിലും ഇതുപോലെ വന്നാ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം കേട്ടോ. ഹലോ സോണിയ മാഡം, ഞാൻ ദേവനാരായണ തിരുമേനിയുടെ മകൾ പ്രിയങ്കയെ കണ്ടു. ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. പക്ഷെ മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒക്കെ നേരിട്ട് സംസാരിക്കാം സോണിയ. എത്രയും പെട്ടെന്ന് സോണിയ എന്റെ മുന്നിൽ എത്തണം. ബാക്കി ചില കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കെ മാഡം. മോളെ ഞാൻ അമ്പലത്തിൽ വിടായിരുന്നല്ലോ. വേണ്ട മാഡം, മാഡത്തിന് ഫ്ലൈറ്റിന് സമയമായില്ലേ. ആദ്യം ചെന്ന് അച്ഛനോട് നടന്നതൊക്കെ പറയൂ. വേണം മാഡം. ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ
അച്ഛനോട് എനിക്ക് സന്തോഷ വാർത്ത പറയണം. പറയാതെ ആണെങ്കിലും കയ്യിൽ വന്ന ഈ പ്രതിഫലം എനിക്ക് അച്ഛന്റെ കയ്യിൽ വെച്ചു കൊടുക്കണം. അച്ഛന് സന്തോഷാവും. മോളോടൊപ്പം കുറച്ച് സമയം കൂടി ചെലവഴിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ഇവിടുന്ന് നേരെ ഹൈദരാബാദിലേക്ക് പോകുക. ഒരു തെലുങ്ക് ചിത്രമുണ്ട്. ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാനുള്ള നേരമേ ഉള്ളൂ. കുഴപ്പമില്ല, മാഡം പൊയ്ക്കോളും. എന്തായാലും എനിക്ക് മാഡത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ സമ്മാനിച്ചത് മാഡം. രാധിക, നിനക്ക് വലിയൊരു ഭാവി കാണുന്നുണ്ട്. നിന്നിൽ വലിയൊരു പാട്ടുകാരിയുണ്ട്. ഇന്ന് നീ പരിചയപ്പെട്ട മ്യൂസിക് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വെറുതെ ആവില്ല. എവിടെയായാലും മോളെ ഞാൻ ഓർക്കും. അതുപോലെ എന്താവശ്യമായാലും മോളെന്നെ വിളിക്കണം. ഞാൻ ഓടിയെത്തും നിന്റെ അടുത്ത്. ഇത്രയും വലിയൊരാള് എന്റെ അടുത്ത് മിണ്ടുകയും എന്റെ അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഭാഗ്യം കൊണ്ടല്ല, അതിനുള്ള കഴിവുള്ളവളായതുകൊണ്ടാ നീ എനിക്ക് പ്രിയപ്പെട്ടവളായത്. നിന്നെ ലോകമറിയുന്ന ഒരു കാലത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുക. അയ്യോ, ആരാ? സ്ഥിരം വരാറുള്ള ഒരു നമ്പർ ഇല്ലേ, അതാ. ഈ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. വേണ്ട, അതൊന്നും വേണ്ട. എടുത്തില്ലെങ്കിൽ എടുത്തില്ലാന്നേ ഉള്ളൂ. ബ്ലോക്ക് ചെയ്താ വിഷമമാവും. കട്ട് ചെയ്തേക്ക്. ശരി മാഡം. എന്താ എടുക്കാത്ത? വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വരുവാണോ? എങ്കിൽ ഞാൻ പോട്ടെ മോളെ. ആ, നിന്റെ ഒരു സങ്കടം ഞാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ശ്യാമ മാഡത്തിനെ കാണാനുള്ള നിന്റെ ആഗ്രഹം, അത് നടക്കാത്തതിലുള്ള സങ്കടം. ഞാൻ നിനക്ക് വാക്ക് തരിക, അധികം വൈകാതെ ഒരു ദിവസം ശ്യാമ മാഡത്തിന് മുമ്പില് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും. വെറുമൊരു കാഴ്ചക്കല്ല, ഒരു പക്ഷേ ഞാൻ നിർബന്ധിച്ചാൽ കുറച്ചുനേരം നിന്റെ കൂടെ ഇരിക്കാനും നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ മാഡം തയ്യാറാവും. എനിക്കതൊന്നും വേണമെന്നില്ല മാഡം. നേരിട്ടൊന്ന് കാണണം, ആ കണ്ണുകളിലേക്കൊന്ന് നോക്കണം, പിന്നെ കാലുകളൊന്ന് തൊട്ട് തൊഴണം. അത്രേ ഉള്ളൂ. ആരാധകര് ദൈവത്തിന്റെ ഭാഗമാവുന്നത് മോളെപ്പോലുള്ള ഭക്തരുണ്ടാവുമ്പോഴാ. ഞാൻ പോട്ടെ രാധികെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.